നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സൗദിയിൽ കനത്ത നാശം വിതച്ച് പെരും മഴയാണ് പെയ്തത്. ജിദ്ദയിലും മക്കയിലും മദീനയിലും കനത്ത മഴ ഉണ്ടായതോടെ പലയിടങ്ങളിലും വെള്ളം കയറി. റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുകയും നിരവധി വാഹനങ്ങൾ ഒഴുകി പോകുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ കാറുകൾ മുതൽ ബസ്സുകൾ വരെ കുടുങ്ങി. മക്കയുടെ തെക്ക് കിഴക്കുള്ള അൽ അവാലി പ്രദേശത്ത് നിരവധി കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് പ്രദേശത്ത് മനുഷ്യചങ്ങല തീർത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജിദ്ദ നഗരത്തിൽ നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ഇത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. ശക്തമായ കാറ്റ്, ഏതാണ്ട് 0 ദൃശ്യപരത, ഉയർന്ന തിരമാലകൾ, ഇടിമിന്നൽ, വെള്ളക്കെട്ട് എന്നിവയ്ക്കുമുള്ള സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു. പല പ്രദേശങ്ങളും മഴ തുടരുമെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികൃതർ നൽകുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും കർശനമായി പാലിക്കാൻ പൊതുജനങ്ങളോട് അത് ആഹ്വാനം ചെയ്തു. കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന കാലാവസ്ഥാ വിവരങ്ങൾ നിരീക്ഷിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജിദ്ദയിലെ മഴക്കാല സാഹചര്യം കണക്കിലെടുത്ത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതത് എയർ കാരിയറുകളുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് ഷെഡ്യൂൾ അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്നും അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി. 2024 ഏപ്രിലിൽ ഗൾഫ് രാജ്യങ്ങളിൽ പെയ്ത റെക്കോർഡ് മഴയ്ക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജിദ്ദയിൽ ശക്തമായ മഴ പെയ്തത്. റിയാദ്, അൽബാഹ, തബൂക്ക് തുടങ്ങിയ നഗരങ്ങളും ശക്തമായ മഴയുടെ പ്രത്യാഘാതങ്ങളെ നേരിടുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജിദ്ദ ഗവർണറേറ്റിൽ ഇടത്തരം മുതൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് NCM വക്താവ് ഹുസൈൻ അൽ ഗഹ്താനി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളിൽ മഴ തുടരും. എല്ലാവരും ജാഗ്രത പാലിക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും മഴ പെയ്യുമ്പോൾ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജസാൻ നഗരത്തിലും ഫറസാൻ ദ്വീപുകൾ, അൽ ദർഫ് ബീച്ച് എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുമെന്ന് NCM മുന്നറിയിപ്പ് നൽകി. ഇതുമൂലം തിരശ്ചീന ദൃശ്യപരത കുറയുകയും ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും ചെയ്യും. 40 മുതൽ 49 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മുൻകരുതലുകൾ എടുക്കാനും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വൈദ്യുത പ്രവാഹത്തിന്റെ ഉറവിടങ്ങൾ ഒഴിവാക്കാനും ജിദ്ദ മേയർ എല്ലാവരോടും ആവശ്യപ്പെട്ടു. മഴക്കെടുതിയുടെ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അടിയന്തര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഏകീകൃത നമ്പർ 940 വഴിയോ ബലദി ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു. റാബിൻ ഗവർണറേറ്റിൽ ശക്തമായ ചുഴലിക്കാറ്റാണ് കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത്. ഇത് മേഖലയിലെ തീരത്ത് തൊടുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ അസാധാരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനുള്ള പദ്ധതികൾ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മക്ക ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ഹൈവേകളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അപകടകരമായ തിരമാലകൾ കാരണം കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ബീച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.